ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകൻ ധാരാളം ഭൂസ്വത്തുക്കൾക്ക് ഉടമയായി തീരുന്ന കുറച്ച് ഗ്രഹസ്ഥിതികൾ പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഒന്നാമത്തേത്, 4-ാം ഭാവാധിപൻ തൻ്റെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും അവിടെ ലഗ്നാധിപൻ ഗുരു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരുന്നാൽ ജാതകൻ വളരെ വലിയ ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥനായി തീരുന്നതാണ്. രണ്ടാമത്തേത്, 4-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക, പ്രത്യേകിച്ച് ശുക്രനോ ഗുരുവോ നിൽക്കുകയും അവിടേക്ക്, അതായത് 4-ാം ഭാവത്തിലേക്ക് ലഗ്നാധിപന്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുകയും ചെയ്താൽ ജാതകൻ വളരെ വലിയ ഭൂസ്വത്തുക്കൾക്ക് ഉടമസ്ഥൻ ആയിരിക്കും. മൂന്നാമത്തേത്, 4-ാം ഭാവം ശുക്രന്റെ ക്ഷേത്രങ്ങളായ ഇടവം രാശിയോ തുലാം രാശിയോ ആയിരിക്കുകയും ശുക്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുകയും 4-ാം ഭാവത്തെ ഏതെങ്കിലും ഒരു ശുഭഗ്രഹം വീക്ഷിക്കുകയും ചെയ്താൽ, അതായത് ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ജാതകൻ വലിയ ഭൂസ്വത്തിന് ഉടമസ്ഥനായി തീരുമെന്നതിൻ്റെ സൂചനകൾ, ഗ്രഹ സൂചനകൾ ആണ്. നാലാമത്തേത്, 10-ാം ഭാവം വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങളായ ധനുവോ മീനമോ ആയിരിക്കുകയും വ്യാഴം ഈ രാശികളിലൊന്നിൽ ശനിയുമായി യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്താൽ ജാതകൻ വലിയ ഭൂസ്വത്തുക്കളുടെ ഉടമസ്ഥനായിരിക്കും എന്നതിൻ്റെ ഗ്രഹ സൂചനകളാണ്. അഞ്ചാമത്തേത്, ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളായ മേടം രാശിയിലോ വൃശ്ചികം രാശിയിലോ ഉച്ചക്ഷേത്രമായ മകരം രാശിയിലോ 4-ാം ഭാവാധിപനായി ചൊവ്വ നിൽക്കുകയും വ്യാഴവും ശനിയും ചേർന്ന് ഏതെങ്കിലും ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ വലിയ ഭൂസ്വത്തുക്കൾക്ക് ഉടമസ്ഥനായി മാറും എന്നതിൻ്റെ ഗ്രഹ സൂചനകളാണ്. ആറാമത്തേത്, നീച രാശിയിലോ ശത്രു ക്ഷേത്രത്തിലോ അല്ലാതെ ശുക്രൻ 10-ാം ഭാവത്തിലായി നിൽക്കുകയും ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ വലിയ ഭൂസ്വത്തുക്കൾക്ക് ഉടമസ്ഥനായിരിക്കും. 7, 4-ാം ഭാവാധിപൻ 4-ൽ തന്നെ നിൽക്കുക, ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആയി നിൽക്കുന്ന ചൊവ്വയെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയും ചെയ്താലും ജാതകൻ വലിയ ഭൂസ്വത്തുക്കൾക്ക് ഉടമസ്ഥനാകും എന്നതിൻ്റെ ഗ്രഹ സൂചനകൾ ആണ്. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.